Hello dear students, welcome to Ensign Study Circle. ഇന്ന് നമ്മൾ NMMSന്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണുള്ളത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ശതമാനം അഥവാ പെർസെന്റേജ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പെർസെന്റേജ് അഥവാ ശതമാനം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ആദ്യമായിട്ട് എന്താണ് പറയുന്നത്? ഫ്രാക്ഷൻ വിത്ത് 100 as denominator. അതായത് 100 ഛേദമായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ് എന്ത്? ശതമാനം എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒരു ഭിന്നസംഖ്യയാണ് ശതമാനം. അതായത് a percentage നമ്മളോട് a percentage എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? a/100 ആണ്. മനസ്സിലായോ? ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു നമ്പർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. 9% നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 9/100 ആണ്. അതായത് 100ൽ 9 എന്നുള്ള ഒരു ഭിന്നസംഖ്യയാണ് ശതമാനം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 25% എന്ന് പറഞ്ഞതാണ് 25/100. അതായത് 100ൽ 25 എന്നുള്ള ഒരു അംശബന്ധം അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ ആണ് എന്നുള്ളതാണ് ശതമാനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്? a percentage of a number. അതായത് ഒരു സംഖ്യയുടെ a percentage കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഒരു സംഖ്യയുടെ a percentage ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, മലയാളത്തിൽ പറയുകയും ചെയ്യും. അപ്പൊ മലയാളം മീഡിയം ഇല്ല കുട്ടികൾ എന്ത് ചെയ്യണം? അത് നോട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ഞാൻ എല്ലാവരും മലയാളം പ്ലസ് ഇംഗ്ലീഷും പറയും കേട്ടോ. ഓക്കെ, അപ്പോ നമ്പർ ഇൻറ്റു a/100. a percentage കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏതാണ് നമ്പർ ഇൻറ്റു a/100 ചെയ്താൽ മതി. അതിനൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പൊ 8% of 50, 50ന്റെ 8% ഈക്വൽ ടു എന്താണ്? 50 ഇൻറ്റു 8. ഇവിടെ 8 പകരം 8 ആണ് ബൈ 100. എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ എന്തായി? 0 0 കട്ടായി. ഇതെന്തായി? 5. ഇതെന്തായി? 4. 5 5 കട്ടായി 4. അതായത് 50ന്റെ 8% എന്ന് പറയുന്നത് എന്താണ്? 4 എന്നുള്ള സംഖ്യയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ? ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: A meeting is attended by 140 people, 50% of which are women. What is the actual number of women? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു മീറ്റിംഗിൽ 140 പേരുണ്ട്, അതിൽ 50% സ്ത്രീകളാണ് എങ്കിൽ ആകെ സ്ത്രീകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ പഠിച്ച ഇതേ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ടോട്ടൽ ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? 140 ഇൻറ്റു നമുക്ക് എത്രയാണ് ശതമാനം വേണ്ടത്? സ്ത്രീകളുടെ ശതമാനം എത്രയാണ്? 50% ആണ്. അപ്പൊ a എന്താണ്? 50. അപ്പൊ 140 ഇൻറ്റു 50/100 ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട് 14 ഇൻറ്റു 5 എത്ര വരും? 70 വിമൺ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അതായത് നമ്മള് ഈ ഇക്വേഷൻ എന്ത് ചെയ്തു? ഉപയോഗിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. വളരെ സിമ്പിൾ ആണ്. നമ്പർ ഇൻറ്റു എത്രയാണോ പെർസെന്റേജ് അത് മുകളിൽ കൊടുക്കുക, താഴെ 100. അതാണല്ലോ പെർസെന്റേജ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷന്റെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. There are 12,500 vehicles in a city. ഒരു നഗരത്തിൽ 12,500 വാഹനങ്ങളുണ്ട്. The government banned all diesel vehicles. ഗവൺമെന്റ് എല്ലാ ഡീസൽ വാഹനങ്ങളും നിരോധിച്ചു. If the diesel vehicles were 8%, ഡീസൽ വാഹനങ്ങളുടെ എണ്ണം 8% ആയിരുന്നെങ്കിൽ what is the number of vehicles allowed after that? നിരോധനത്തിന് ശേഷം എത്ര വാഹനങ്ങളാണ് ഗവൺമെന്റ് അനുവദിച്ചത്? ആൻസർ എന്താണ്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. 100 മൈനസ് a/100 എന്നല്ലേ ചെയ്യാം. അതായത് ആദ്യം ഉണ്ടായിരുന്ന നമ്പർ നിന്നും ഇത്ര ശതമാനം കുറയുകയാണെങ്കിൽ ആ ആദ്യത്തെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, കുറയുന്ന ശതമാനം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ നോക്കാം. 12,500 ഡിവൈഡഡ് ബൈ 100 വരും, അല്ലെ? ഇൻറ്റു 92. എത്രയാണ് കിട്ടിയത്? എങ്ങനെ 92 വന്നത്? 100 മൈനസ് ഇവിടെ എത്രയാണ്? 8. അങ്ങനെയാണ് ഈ 92 വന്നത്. അപ്പൊ 12,500 ബൈ 100 ഇൻറ്റു 92 എത്രയാണ് വരുന്നത്? 11,500 എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, നമുക്ക് ഇനി പുതിയ രണ്ട് റൂൾസ് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ചെറിയ ചില മാറ്റങ്ങളേ ഉള്ളൂ. When a number is increased by a%, ഒരു സംഖ്യ a% കൂടുകയാണെങ്കിൽ and the number obtained after change is b. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. After change
മാറ്റത്തിന് ശേഷം ലഭിച്ച സംഖ്യ p ആണെങ്കിൽ then the original number. അങ്ങനെയെങ്കിൽ യഥാർത്ഥ സംഖ്യ p into 100 divided by 100 plus a. എന്താണ് ഇവിടെ മാറ്റം? നമ്മൾ നേരത്തെ പഠിച്ചത് നമുക്ക് ഒറിജിനൽ സംഖ്യ തന്നു, എന്നിട്ട് ഇത്ര ശതമാനം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറഞ്ഞു, അതിനുശേഷമുള്ള സംഖ്യ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ്, മാറ്റത്തിന് ശേഷം ശതമാനം കൂടി എന്നിട്ട് കിട്ടിയ ആ മാറ്റത്തിന് ശേഷം വന്ന സംഖ്യയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഒറിജിനൽ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒറിജിനൽ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണെങ്കിൽ 100 മുകളിലാവും എന്ന് ആലോചിക്കുക. ഒരു ഷോർട്ട് കട്ട് ആണ്. അപ്പൊ p into 100 divided by 100 plus a. നേരത്തെ 100 മുകളിലായിരുന്നില്ലേ, ഇത് ഒറിജിനൽ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്, ആദ്യത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ p into 100 മുകളിലാണ്, 100 plus a താഴെ. ഇനി നേരെ തിരിച്ച് അടുത്ത റൂൾ എന്താണ്, കുറയുന്ന സാഹചര്യത്തിൽ നേരത്തെ ഇൻക്രീസ്ഡ് ആയിരുന്നു, ഇനി ഡിക്രീസ്ഡ്. when a number is decreased by a percentage, ഒരു സംഖ്യ ശതമാനം കുറയുകയാണെങ്കിൽ and the number obtained after change is p, മാറ്റത്തിന് ശേഷം ഉള്ള സംഖ്യ, after change എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, after decrease, മാറ്റത്തിന് ശേഷമുള്ള സംഖ്യ p ആണെങ്കിൽ then the original number, അങ്ങനെയെങ്കിൽ എന്താണ് ലഭിക്കുന്ന യഥാർത്ഥ സംഖ്യ ഇത് p into 100 മുകളിൽ 100 minus a. കാരണം എന്താണ്, ഇവിടെ ഡിക്രീസ് ആണ്, അതുകൊണ്ട് 100 minus a. ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പഠിച്ച റൂൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the price of a fan when decreased by 12% is Rs 616. 12% വിലക്കുറവ് അനുവദിച്ചതിന് ശേഷമുള്ള ഒരു ഫാനിന്റെ വില 616 ആണ്. Then what was the original price? അങ്ങനെയെങ്കിൽ ഫാനിന്റെ യഥാർത്ഥ വില എന്തായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചത്, ഒറിജിനൽ പ്രൈസ് ആണ് ചോദിക്കുന്നത്. ഡിസ്കൗണ്ട് എന്താണ്, ഡിക്രീസ്ഡ്, കുറയാണ് ചെയ്തത്, കുറഞ്ഞതിന് ശേഷം 12% കുറഞ്ഞതിന് ശേഷം 612 ആണ്. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്തായിരുന്നു, p into ഒറിജിനൽ ആണ് വരുന്നത്. അപ്പൊ 100 മുകളില് ഇനി കുറയാണ്, എന്താണ് 100 മൈനസ് എത്രയാണോ കുറഞ്ഞത്, ഇവിടെ 12. അപ്പൊ എന്ത് വരും, p into ടിക്ക് പകരം എന്ത് വന്നു, 616. ടിക്ക് പകരം 616. ഇനി 100 അതേപോലെ. ഇനി താഴെ 100 മൈനസ് 12 എന്ത് കിട്ടി, ഇതെന്ത് കിട്ടി, 88 കിട്ടി. ഓക്കെ, ആ 88 ആണ് ഇവിടെ. 100 മൈനസ് 12 p into 100 മൈനസ് a എന്നായിരുന്നില്ലേ. അപ്പൊ a എന്താണ് ഇവിടെ 12 ആണ്. അപ്പൊ 100 മൈനസ് 12 ഇതാണ് 12 കിട്ടിയത്. അപ്പൊ 100 divided by 88 എന്ന് കിട്ടി. ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 700 എന്ന് കിട്ടും. ഇതും കട്ടായിട്ട് 7 ആവും. 7 into 100 എന്താണ്, 700 എന്നാണ് കിട്ടുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെയിം ആണ്. when an article was sold for 1125, ഒരു വസ്തു 1125 രൂപയ്ക്ക് വിറ്റപ്പോൾ there was a gain of 25%, 20% ലാഭം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആദ്യത്തെ സംഖ്യ, അതല്ല ലാഭം കഴിഞ്ഞിട്ടുള്ള സംഖ്യ എന്താണ്, 1125 ആണ്. എത്ര ശതമാനമായിരുന്നു ലാഭം, 25%. what was the cost price, എത്രയാണ് വാങ്ങിയ വില. അതായത് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ വില, അതായത് ഒറിജിനൽ വില എന്ന് തന്നെയല്ലേ. ഓക്കെ, അപ്പോ ഈ 1125 ആണ് എന്ത്, p. നമ്മുടെ ഇക്വേഷൻ എന്താണ്, p into 100 ഇവിടെ കൂടിയതാണ്. അപ്പൊ എന്താവും, 100 plus a ആവും. ഓക്കെ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ എന്താണ് p into 100 ഒറിജിനൽ ആവുന്നത് 100 തന്നെ വരും. ഇനി എന്താണ് ഗെയിൻ എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറഞ്ഞാൽ ലാഭം, ലാഭം എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ, 100 plus 25 equal to p into 100 divided by 125 എന്ന് വരും അല്ലേ. ഇനി 1125 into 100 by 125 ഇങ്ങനെ കിട്ടി. ഇതായിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ എന്താണ് 100 plus a, 100 plus a ആണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ 25 ആണ്. ഓക്കെ, ഇനി 25 കൊണ്ട് കട്ട് ചെയ്യുക, ഇത് 4 വരും, ഇത് എന്ത് വരും, 5 വരും. ഇനി 5ഉം 1125 കട്ട് ചെയ്താൽ 2 2 5 എന്നുള്ളതാണ്. 225 into 4 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. 200 into 4 എത്രയാണ്, 800. 25 into 4 100. അപ്പോ 800 plus 100 എത്ര വരിക, 900 ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നമ്മൾ ഉപയോഗിച്ച രണ്ട് ഇക്വേഷൻ ഇതാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഇത്,
സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A number is increased by 33%. 33 1/3%. ഒരു സംഖ്യ 33 1/3% കൂട്ടി. It becomes 1200. 33 1/3% കൂട്ടിയപ്പോൾ അത് 1200 ആയി. Then what is the number? അങ്ങനെയെങ്കിൽ യഥാർത്ഥ സംഖ്യ, ആദ്യത്തെ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു ഇവിടെ എന്താണ് കൂട്ടി എന്നാണ് പറഞ്ഞത്. യഥാർത്ഥ സംഖ്യ അങ്ങോട്ട് മുകളിലാണ് എപ്പോഴും 100 വരിക. 100 ഇവിടെ ഇൻക്രീസ്ഡ് ആണ്. 100 പ്ലസ് a ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോ 1200 into 100 divided by 100 plus 33 1/3 എന്നുള്ളതാണ് എന്ത്, കൂടിയ ശതമാനം അല്ലെ. പക്ഷെ നമുക്ക് അതേപോലെ തന്നെ എഴുതാൻ കഴിയില്ല. പകരം എന്ത് ചെയ്യണം? ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. സാധാരണ ഫ്രാക്ഷനിലേക്ക്, മിശ്രഭിന്നം സാധാരണ ഗണത്തിലേക്ക് മാറ്റുക. അപ്പൊ എന്താണ് 33 1/3 എങ്ങനെ മാറ്റുക നിങ്ങൾക്ക് അറിയില്ലേ? 33 into 3 99. 99 plus 1 എത്രയാണ്? 100/3. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ 100 plus 33 1/3 പകരമാണ് 100/3 വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി 1200 into 100 പ്ലസ് 100/3 എന്നുണ്ട്. അപ്പൊ 100 പ്ലസ് 100/3 എത്രയാണ്? 3 into 100. ഇതൊരു എന്താണ്, ഒരു രണ്ട് ഫ്രാക്ഷൻ അല്ലേ, ഇത് ആഡ് ചെയ്യണം. 100 മുകളിലിട്ട് താഴെ 3 into 100 എന്ത് വന്നു? 3 into 100 എന്ത് വന്നു? 300 പ്ലസ് ഇവിടെ 1 ഉണ്ട്. 1 into 100 എത്രയാണ്? 100 divided by 3. ഇങ്ങനെയല്ല വന്നത്. ഇനി നോക്കുക, 1200 into 100 divided by എന്ത് വരും? 300 plus 100 എത്രയാണ്? 400/3. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? രണ്ട് ഫ്രാക്ഷൻ തമ്മിലെ ഡിവിഷൻ ആണ്. ഈ താഴത്തത് എന്ത് ചെയ്താൽ മതി? മുകളിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോരെ. അതായത് 1200 into 100 താഴെ 400. ഇതിന്റെ താഴെ 3 എന്ത് വരും? നേരെ റെസിപ്രോക്കൽ എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ into 3 എന്ന് വരും. ഇത് 3 ആയി. 3 into 3 എത്രയാണ്? 9. 9 into 100 എത്രയാണ്? 900 വന്നു. ഓക്കെ, 3 into 100 300. 300 into 3 900 ആൻസർ വന്നു. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ P into 100 divided by 100 plus a. കാരണം ഒറിജിനൽ സംഖ്യ, ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ മുകളിൽ 100 വരണം. ഇനി ഇത് ഇൻക്രീസ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെ? പ്ലസ് ആണ് വരിക, മൈനസ് അല്ല. ഇനി P എന്താണ് ഇവിടെ? 1200 ആണ്. കൂടിയതിന് ശേഷമുള്ള സംഖ്യ 1200 ആണ്. ഇൻറ്റു 100 divided by 100 plus a ക്ക് പകരം a എന്താണ് അവിടെ? 33 1/3 ആണ്. അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ഒരിക്കലും നമുക്ക് എഴുതാൻ കഴിയില്ല, കാൽക്കുലേഷന് ചെയ്യുമ്പോൾ കഴിയില്ല. അതിനെ സാധാരണ ഫ്രാക്ഷനിലാക്കി 100/3 ആക്കി. ഓക്കെ, അപ്പോ 100 plus 100/3 1200 into 100 divided by എന്തായി? 3 into 100 എന്തായി? 300. 1 into 100 100/3 equal to 1200 into 100. 300 plus 100 എത്രയാണ്? 400/3. 1200 into 100. ഇനി 3 മുകളിലേക്ക് പോകും. into 3 താഴെ എന്താണ്? 400. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നത് 3 ആയി. 3 into 100 100. 300 into 3 900 ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When a table was sold at 10% discount. എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഡിക്രീസ് ആണ്, കുറയാണ് അല്ലേ? കുറയാണ് ഇവിടെ ചെയ്തിട്ടില്ല. When a table was sold at 10% discount. ഒരു മേശ 10% കുറഞ്ഞ വിലയിൽ വിറ്റപ്പോൾ 1530 രൂപ കിട്ടി. When a table was sold at 10% discount. For Rs 1530. What is the marked price? എന്താണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് പ്രൈസ്. മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന വില, അതൊന്നല്ല നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് ആദ്യം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന വില, അതുമെന്നാണ് എന്ത് ചെയ്തത്? ഈ 10% ഡിസ്കൗണ്ട് ആയി വെച്ച്. അപ്പോ വാട്ട് ഈസ് ദ മാർക്ക് പ്രൈസ്? എന്തായിരുന്നു അവിടെ ആദ്യം എഴുതിയിരുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ വില എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഡിസ്കൗണ്ട് കുറയാണ് ചെയ്തത്,
അപ്പൊ ഇക്വേഷൻ എന്താണ് വരുന്നത്? പി ഇൻറ്റു നമുക്ക് ഒറിജിനൽ ആദ്യത്തെ സംഖ്യ കിട്ടാം. 100 എപ്പോഴും മുകളിലാണെന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 100. ഇവിടെ എന്താണ്? ഡിസ്കൗണ്ട് കുറയാണ്. മൈനസ് എ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ചത്. നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ ഇതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ എന്താണ്? പിക്ക് പകരം എന്താ വരുന്നത്? പി എന്ന് പറഞ്ഞാല് ഈ ഡിസ്കൗണ്ട് അനുവദിച്ചതിന് ശേഷമുള്ള സംഖ്യ 1530 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എ. എന്താണ് എ? ഡിസ്കൗണ്ട് എത്ര കുറഞ്ഞു? എത്ര ശതമാനം കുറഞ്ഞു? 10% കുറഞ്ഞിട്ടില്ലേ? അപ്പോ 100 മൈനസ് എ ഈക്വൽ ടു എന്ത് വരും? പി ഇൻറ്റു പി എന്ന് പകരം 1530 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എ എന്ന് പറഞ്ഞാൽ 100 മൈനസ് 10 ആണ് വരിക. ഓക്കെ, അതോടെ വരുമ്പോ 1530 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 10 എത്രയാണ്? 90 ആണ്. ഈക്വൽ ടു എന്ത് ചെയ്യും? ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഓക്കെ, 9 വെച്ചിട്ട് ഒരു പ്രാവശ്യം പോകും. പിന്നെ 63 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, പിന്നെ 170 ഇൻറ്റു 10 എത്രയാണ് കിട്ടുന്നത്? 1700 എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, ഉപയോഗിച്ച ഇക്വേഷൻ ഇതാണ്. പി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എ എന്നുള്ളതാണ് ഉപയോഗിച്ച ഇക്വേഷൻ. കാരണം ഇത് നമുക്ക് ഒറിജിനൽ സംഖ്യയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യയാണ്, മാർക്ക് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മൈനസ് വന്നു, ഡിസ്കൗണ്ട് ആണ്. ഈ ശതമാനം കുറഞ്ഞ ചോദ്യമാണ്. ശതമാനം കുറഞ്ഞതിന് ശേഷമുള്ള സംഖ്യയാണ് ഈ 1530. അപ്പൊ പി 1530. പി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എ 1530 ഇൻറ്റു 100 മൈനസ് 10 വരും 90. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 170 കിട്ടും. 170 ഇൻറ്റു 10 എത്ര കിട്ടി? 1500 റുപ്പീസ് എന്നുള്ളത് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് എൻഎംഒസിന് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് സെലക്ട് ചെയ്ത 2 ചോദ്യങ്ങളാണിത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ നമ്പർ വിച്ച് ഈസ് 60% ലെസ് ദാൻ 60. 60 എന്ന സംഖ്യയുടെ 60% കുറവായ സംഖ്യ ഏതാണ്? അതായത് 60 എന്ന സംഖ്യയുടെ 60% ലെസ് ആയിട്ടുള്ള സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ എൻഎംഒസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പഠിച്ച പോലെ ആയിരിക്കും എൻഎംഒസിന് ചോദിക്കുക. പക്ഷെ നമ്മൾ പഠിച്ച റൂൾസും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇതും അതേപോലത്തെ ഒരു ചോദ്യമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യത്തെ റൂളായിട്ട് പഠിച്ച ആ ഒരു കാര്യം മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാല് ആൻസറിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്പർ വിച്ച് ഈസ് 60% ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാൽ എന്താ? 60%ന്റെ 60% കുറയണം. അതിനർത്ഥം 60ന്റെ 60% കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? 40% എന്നല്ല അർത്ഥം. അതായത് 40% കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി എന്താ ഉണ്ടാവുക? 60ന്റെ 40%. അപ്പൊ നമ്മൾ എന്ത് കണ്ടാൽ മതി? 60ന്റെ 40% കണ്ടാൽ മതി. അപ്പൊ 60 ഇൻറ്റു 40/100 ഇങ്ങനെയല്ലേ? നേരത്തെ ആദ്യം പഠിച്ചത് എന്താണ്? ഒരു സംഖ്യയുടെ a% കാണാനാണെങ്കിൽ p ഇൻറ്റു a/100 ചെയ്താൽ പോരെ? നമ്മൾ ഫസ്റ്റ് പഠിച്ച റൂളാണ്. ഓക്കെ, 60 ഇൻറ്റു 40/100 ഈക്വൽ ടു എന്താ വരുന്നത്? ഒരു 0 കട്ടായി, ഇവിടെ ഒരു 0 കട്ടായി. ബാക്കി എന്താ വരുന്നത്? 24 ആണ്. ഇത് 60ന്റെ 40%. 60% കുറയാ എന്ന് പറഞ്ഞാൽ എന്താണ്? 40% അല്ലേ? 40% 24 ആണ്. ആൻസർ തോന്നുന്നു ബി. നമ്മൾ സാധാരണ എങ്ങനെ ചിന്തിക്കുക? 60ന്റെ 60% കുറയാന്ന് പറഞ്ഞാൽ 60 കണ്ടു, പിന്നെ അതിന്റെ 60% നോക്കി പിന്നെ കുറയ്ക്കണം. ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ 40% കണ്ടാൽ മതി. അപ്പൊ 60ന്റെ 40% 24. ആൻസർ ഈസ് ബി, 24. അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. If all sides of a square are elongated by 10% to make a larger square. ഒരു ചതുരത്തിന്റെ എല്ലാ വശങ്ങളും 10% കൂട്ടി ഒരു വലിയ ചതുരമാക്കി. What is the percentage increase in area? അങ്ങനെയെങ്കിൽ വിസ്തീർണത്തിൽ വരുന്ന percentage increase, ശതമാനത്തിൽ വരുന്ന മാറ്റം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം മാറ്റമാണ് വരിക? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് 2 ആദ്യം ഒരു ചെറിയ സ്ക്വയർ വരച്ചു. പിന്നെ എന്താണ്? 10% കൂട്ടി വലിയ ഒരു സ്ക്വയർ
നമുക്ക് വരച്ചു അല്ലെ. ഈ 10% കൂട്ടുമ്പോൾ ഏരിയ കൂടുന്നുണ്ടല്ലോ, കൂടുന്നുണ്ട്. അപ്പൊ അത് എത്ര ശതമാനം ആണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാ, ഏരിയ 100 വരുന്ന രീതിയിൽ സ്ക്വയറിന്റെ ഒരു സൈഡ് കണക്കാക്കുക. ഓക്കെ, ഏരിയ 100, ആദ്യത്തെ ഏറ്റവും ചെറിയ സ്ക്വയറിന്റെ ഏരിയ 100 വരണമെങ്കിൽ എത്രയായിരിക്കണം? അതിന്റെ ഒരു സൈഡിന്റെ നീളം എത്രയായിരിക്കണം? 10 അല്ലേ? കാരണം 10 × 10 ആണല്ലോ ഏരിയ എന്ന് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഏരിയ എത്ര കിട്ടി? സൈഡ് എത്ര എടുത്തു? 10 എടുത്തു. ഓക്കെ, ഇനി ഏരിയ എന്ത് വന്നു? ഏരിയ നമുക്കറിയാം A² ആണ് ഏരിയ അല്ലെ, A² ആണ് ഏരിയ. അപ്പൊ 10² 10 × 10 എത്ര വരുന്നു? 100 വന്നു. ഇപ്പൊ നമുക്കറിയാം ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ 100 കിട്ടി. ഇനി ഇത് എത്ര കൂടിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഏരിയ എത്ര കൂടിയെന്ന്. ഇപ്പൊ 100 നിലത് 105 ആയിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം കൂടി? 5% കൂടി. 110 ആയിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം കൂടി? 10% കൂടി. ആ ഒരു ലോജിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി എന്താ പറഞ്ഞില്ലേ, ഇപ്പൊ സൈഡ് 10 നമ്മൾ എടുത്തു, സൈഡ് 10 എടുത്തു. ഇനി എന്താ പറഞ്ഞില്ല നോക്കുക, ഓരോ വശങ്ങളും 10% കൂടിയത്. 10 എന്നുള്ള ഒരു സൈഡിന്റെ 10% കൂടിയെന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ന്റെ 10% എത്ര? 10ന്റെ 100% എന്ന് പറഞ്ഞാൽ 10 തന്നെ. 10ന്റെ 10% എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 10 × 10/100 അല്ലേ? ഏതൊരു സംഖ്യയുടെയും ശതമാനം എന്താണ്? ×a/100 ചെയ്താൽ മതി. ഇവിടെ 10% ആണ്. 10 × 10/100. ബാക്കി എന്താ വരുന്നത്? 1. അതായത് 10ന്റെ 10% കൂടി എന്ന് പറയുമ്പോൾ 1 കൂടി എന്നാണ്. 1 സെന്റിമീറ്റർ എന്താണ് മീറ്റർ? നമ്മളിവിടെ സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കാം, സെന്റിമീറ്റർ. അപ്പൊ എത്രയുടെ? 1% അല്ലെങ്കിൽ 10% കൂടി എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് ആണ് കൂടുക. അപ്പൊ എന്താണ്? 1 സെന്റിമീറ്റർ ആയിട്ട് കൂടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താവും? ഈ വലിയ ചതുരത്തിന്റെ ഒരു വശം 11 സെന്റിമീറ്റർ ആവും. 11 സെന്റിമീറ്റർ. ഏരിയ നമുക്കറിയാം A² ആണ്. ഏരിയ എന്താണ്? A² ആണ്. അപ്പൊ സൈഡ് ഇവിടെ കിട്ടി 11. ഇവിടെ 10 എന്നുള്ളത് 11ലേക്ക് മാറി. അപ്പൊ എന്താണ് അതിന്റെ ഏരിയയിൽ വന്ന മാറ്റം? 11² ആയിരിക്കൂലേ? 11² 11 × 11 എത്രയാണ്? 121. അതായത് ഇവിടെ ഏരിയ 100 ആയിരുന്നു, 11 ആയപ്പോൾ അതിന്റെ ഏരിയ എന്തായി? 121 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് അവിടെ കൂടിയത്? 100 എന്നുള്ളത് 121 ആയാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്തി കൂടെ. 100ന്റെ കൂടെ എത്ര കൂടിയാണ് കൂടിയത് നോക്കിയാൽ പോരെ? 21 ആണ്. അപ്പൊ എന്താണ്? 21%. ഈ ഓപ്ഷൻ, ഈ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. രണ്ട് സി. അപ്പോ അതിന്റെ ആൻസർ സി ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇനി ചിലപ്പോൾ ഇതേ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കാം? അതായത് ഇപ്പോ 20% കൂടി, അല്ലെങ്കിൽ ഇവിടെ 10% ആണ് പറഞ്ഞത്, 5% കൂടി, 10% കൂടി, 20% കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് ആദ്യം ഏരിയ 100 ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ എത്ര ശതമാനമാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക, ഒരു വശം കൂടിയത്, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് 100ൽ നിന്ന് എത്രയാണ് കൂടിയത് നോക്കുക. ആ കൂടിയ സംഖ്യ ആയിരിക്കും ഏരിയയിൽ വന്ന ശതമാനം, വിസ്തീർണത്തിൽ വന്ന ശതമാന മാറ്റം. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച റൂൾസ് വെച്ചിട്ട്, കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് റിവിഷൻ മോഡലിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കോൺസെപ്റ്റുകളും റൂൾസും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. റിവിഷൻ ആയിട്ട് കണക്കാക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ക്ലാസ് ലീഡർ ഇലക്ഷൻ ഫ്രീദ ഹാസ് ഗോട്ട് 75% votes. If the total amount of votes is 40, then how many votes has Frida got? അപ്പോ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ എത്രയാണ് തന്നിട്ടുള്ളത്? 40 തന്നിട്ടുണ്ട്. അപ്പോ 75% പ്രീതയ്ക്ക് കിട്ടിയത്. ഈ 75%, അതായത് പ്രീതയ്ക്ക് കിട്ടിയ വോട്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മലയാളത്തിൽ ഒന്ന് പറയാം. ഇൻ എ ക്ലാസ് ലീഡർ ഇലക്ഷൻ പ്രീത ഹാസ് ഗോട്ട് 75% votes. ഒരു ക്ലാസ്സിലെ ക്ലാസ് ലീഡർ ഇലക്ഷനിൽ പ്രീതയ്ക്ക് 75% വോട്ട് കിട്ടി. If the total amount of vote is 40, ആകെ വോട്ടുകളുടെ എണ്ണം 40 ആണെങ്കിൽ then how many votes has Frida got? പ്രീതയ്ക്ക് എത്ര വോട്ടുകളാണ് കിട്ടിയത്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 40, അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? p into p യുടെ എത്ര ശതമാനമാണ്? 75% കാണാം. സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യം പഠിച്ച ആ റൂളാണ്. അതാലോചിക്കാം. p എന്താണ്? 40 into 75/100. ഒരു 0 അങ്ങനെ കട്ട് ചെയ്ത് പോയി. ഇനി ഇത് 5 ആയി, 2 ആയി, എത്രയായി? 15 അല്ലേ? യെസ്.
അപ്പൊ ടോട്ടല് പ്രീതയ്ക്ക് കിട്ടിയ വോട്ടുകൾ എത്രയാണ്? 30 ആണ്. ഓക്കെ, അതായത് 75% എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ 3/4% അല്ലെ, അല്ലെങ്കിൽ മുക്കാലാണ്. ആകെ വോട്ടിന്റെ മുക്കാല്. ആകെ വോട്ടിന്റെ മുക്കാൽ എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. മുക്കാൽ എന്ന് പറഞ്ഞാൽ 30. വളരെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, ഇൻ എ ബിസിനസ് ടോട്ടൽ കോസ്റ്റ് വാസ് Rs 5,000. ഒരു ബിസിനസ്സിൽ ആകെ ചെലവ് 5000 ആയിരുന്നു. ഇഫ് എ പേഴ്സൺ ഗോട്ട് Rs 750 ആസ് പ്രോഫിറ്റ്, അതിൽ ഒരാൾക്ക് 750 രൂപ ലാഭം കിട്ടി. Then what was the percentage of profit he got? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച ലാഭ ശതമാനം എത്രയെന്ന് കണക്കാക്കുക. ഇതാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ മുന്നേ പറയാത്തൊരു കാര്യമാണ്. അതായത് ഒറിജിനൽ എമൗണ്ട് തന്നു, അതിന്റെ ഒരു ഭാഗവും തന്നു. ആ ഒരു ഭാഗം ഒറിജിനൽ എമൗണ്ടിന്റെ എത്ര ശതമാനമാണ് എന്നുള്ള ചോദ്യം. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ്. ഇപ്പൊ നമുക്ക് രണ്ടാമത് തന്ന അതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്, അത് അതിന്റെ എത്ര ശതമാനമാണ് എന്നുള്ളത് നോക്കാനാണെങ്കിൽ 50ന്റെ 5 എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. 5 50ന്റെ എത്ര ശതമാനം? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? 5 മുകളിൽ എഴുതുക. എന്നിട്ട് താഴെ എന്താണ്? വലിയ സംഖ്യ. ഏത് സംഖ്യയുടെ ഭാഗമാണ് നോക്കേണ്ടത്? ആ സംഖ്യ താഴെ ഇൻറ്റു 100 ആണ്. അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോ എ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പി വലിയ സംഖ്യ ആണെങ്കിൽ എ ബൈ പി ഇൻറ്റു 100. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇവിടെ ഒരു 0 കട്ടാവും. 5 ഇൻറ്റു ഇത് 5 ബൈ 1 ആവും. 1 ഇൻറ്റു 10% ആണ്. അതായത് 50ന്റെ എന്താണ്? 5 50ന്റെ 10%. ഓക്കെ, എ ബൈ പി ഇൻറ്റു 100 ആ രീതിയിൽ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? 750 5000ന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. 750 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 നോക്കിയാൽ മതി. 2 0 കട്ടായി, 2 0 ഇവിടെ കട്ടായി. 75 ബൈ 5 എത്ര? 70 ബൈ 5 14 ആണ്. 75 ബൈ 5 15% അദ്ദേഹത്തിന് കിട്ടിയ ലാഭവിഹിതം. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചോദ്യം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ദ പെർസെന്റേജ് ഓഫ് 2/5. നമ്മൾ പറഞ്ഞു ഫ്രാക്ഷനും പെർസെന്റേജും തമ്മിൽ ബന്ധമുണ്ട്. ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? 2/5ന്റെ പെർസെന്റേജ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, 2/5 ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ എത്രയാണ്? ഇത് 20 കിട്ടി. ഇത് എന്ത് വന്നു? 40% ആണ്. ഓക്കെ, ഫ്രാക്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പെർസെന്റ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രാക്ഷൻ ഈക്വലന്റ് ടു 5%. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്രാക്ഷൻ ഈക്വലന്റ് ടു 5% ആണ്. ഇതേപോലെ തന്നെ 5% എന്ന് പറഞ്ഞാൽ 5/100 ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ ഈക്വലന്റ് ടു 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ്. ഇങ്ങനെ ഏത് പെർസെന്റേജ് തന്നു കഴിഞ്ഞാലും ബൈ 100 ചെയ്താൽ മതി. പെർസെന്റേജ് തന്നിട്ട് ഫ്രാക്ഷനിലേക്ക് ആക്കാനാണ് എന്ത് ചെയ്തു? ബൈ 100 ചെയ്തു. ഇവിടെ എന്താ ചെയ്തത്? ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്, അതിനെ പെർസെന്റേജിലേക്ക് ആക്കാൻ ഇൻറ്റു 100 ആണ് ചെയ്തത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ മനസ്സിലാക്കുക. പെർസെന്റേജ് കണ്ടുപിടിക്കണം ഫ്രാക്ഷൻ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു ഇൻറ്റു 100 ആണ് ചെയ്തത് അല്ലെ. അതേപോലെ ഫ്രാക്ഷൻ ഈക്വലന്റ് ടു 5%. പെർസെന്റ് നിന്ന് ഫ്രാക്ഷൻ അഥവാ പെർസെന്റ് എന്ന് പറഞ്ഞാൽ ശതമാനം, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നസംഖ്യ. ഇവിടെ പെർസെന്റ് തന്നു അഥവാ ശതമാനം തന്നു, ഭിന്നസംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡിവൈഡ് ബൈ 100. ഇത് ഒരു സിമ്പിൾ റിലേഷൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ. അടുത്തത് ഡെസിമൽ ഇക്വാലിറ്റി 4%. ഇത് നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡെസിമൽ ആണ്. അതായത് പോയിന്റ് വെച്ചിട്ട് നമ്മൾ സംഖ്യ എഴുതാറില്ലേ, അതാണ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ 4% ഡെസിമൽ ഇക്വലന്റ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതില് ഡെസിമൽ ഇക്വലന്റ് ടു 4%, അതായത് 4%ന്റെ ദശാംശ സംഖ്യ ഏതാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനെ ദശാംശ രൂപത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് വരിക? ഡെസിമൽ ഇക്വലന്റ് ഓഫ് 4%. സിമ്പിൾ ആണ്. 4% എന്താണ്? 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 4/100 ആണ്. ഇനി ഇതിന്റെ ഡെസിമൽ നമ്പർ നമുക്ക് എഴുതിക്കൂടെ? എന്ത് വരും? 0.04 ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഡെസിമൽ ഇക്വാലന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ.
Okay, the mark price Rs 1500 of a watch was sold at 8% discount. A merchant got 20% profit. അതായത് 1500 മാർക്ക് പ്രൈസ് ആയിട്ടുണ്ടായിരുന്ന ഒരു വാച്ച് 8% ഡിസ്കൗണ്ടിൽ വിറ്റു. ആ വിറ്റപ്പോൾ എന്താണ് 20% പ്രോഫിറ്റ് കിട്ടി. The merchant got 20% profit. അപ്പോ 20% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ what was the cost price? അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില, ഈ മെർച്ചന്റ് ഈ വാച്ച് വാങ്ങിയ വില എത്രയായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. The mark price Rs 1500 of a watch was sold at 8% discount. 1500 മാർക്ക് പ്രൈസ് ആയിട്ടുള്ള ഒരു വാച്ച് 8% ഡിസ്കൗണ്ടിൽ വിറ്റു. അപ്പൊ ആദ്യം തന്നെ 1500 കുറച്ച് ശതമാനം കുറവായിട്ടാണ് കുറച്ചിട്ടാണ് വിറ്റിട്ടുള്ളത്. 8% കുറച്ചിട്ടാണ് വിറ്റിട്ടുള്ളത്. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് വിറ്റിട്ട് കൂടി a merchant got 20% profit. ഒരു വ്യാപാരിക്ക് 20% ലാഭം കിട്ടി. 8% കുറച്ച് വിറ്റതിന് ശേഷവും ലാഭമാണ് എത്ര? 20%. അങ്ങനെയെങ്കിൽ then what was the cost price? അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഈ വാച്ച് വാങ്ങിയ വില എത്രയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? ഇദ്ദേഹം വിറ്റ വില നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 1500 ആയിരുന്നു, നിങ്ങൾക്കറിയാം MRP 1500 എന്നുള്ള ഒരു വാച്ചാണ്. അപ്പൊ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 8% ഡിസ്കൗണ്ടിൽ വിറ്റു. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താണ് ഡിസ്കൗണ്ടിൽ വിൽക്കുക എന്ന് പറഞ്ഞാല് P ഇൻറ്റു എന്താണ് 100 മൈനസ് A/100 അല്ലെ? 8% വിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പൊ P എന്ന് പറഞ്ഞാൽ എന്താണ്? 1500 ആണ്. 100 മൈനസ് A എന്താണ്? A എന്താ? 8%. ഓക്കെ, അപ്പൊ 92/100. അങ്ങനെ ഈ രണ്ട് സീറോസും കട്ട് ചെയ്തു. 15 into 92 എന്താ നമുക്ക് കിട്ടുന്നത്? 15 into 92 1380. അപ്പൊ ഇതെന്താണ്? ഈ 1380 rupees എന്ന് പറയുന്നത് ഈ വാച്ച് വിറ്റ വിലയാണ്. പക്ഷേ ഇതാണോ വാങ്ങിയ വില? അല്ല. ഈ വിലക്ക് വിറ്റിട്ട് കൂടി എന്ത് കിട്ടിയിട്ടുണ്ട്? 20% ലാഭമാണ്. ഈ വിലക്ക് വിറ്റിട്ട് കൂടി 20% ലാഭമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒറിജിനൽ പ്രൈസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിയ വില. അത് ആദ്യത്തെ വിലയാണ്, ഒറിജിനൽ വിലയാണ്. അപ്പോ ഈ 1380യുടെ ഒറിജിനൽ വില, അതായത് വാങ്ങിയ വില ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് മുകളിൽ എന്തിടണം? 100. ഇതെന്ന് പറഞ്ഞാൽ 20% ലാഭം ഉള്ളതാണ്. അപ്പൊ ബൈ 120 താഴെ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഈ സീറോയും കട്ടായി. 138 100ഉം ഇതെന്താ? ഇത് 50 ആയി. 2 കൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ 6. ഇനി 6ഉം 13 എത്ര ഉണ്ട്? 2 ഉണ്ട്. 18 എത്ര ഉണ്ട്? 3 അല്ലെ? ഓക്കെ, 23 into 50 ആയിരിക്കും ആൻസർ. 23 into 50 ചെയ്ത് നോക്കാം. 23 into 5 15 5 11 0. അതായത് 1150 എന്നുള്ളതായിരുന്നു ഇതിന്റെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില. അതായത് ആദ്യത്തെ വില എന്തായിരുന്നു? ഈ കോസ്റ്റ് പ്രൈസ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഈ ശതമാനത്തിന്റെ കോൺസെപ്റ്റ് വെച്ച് തന്നെ പല പ്രോബ്ലംസ് നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഈ കോൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും എന്നുള്ള കാര്യവും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് കൂടി ആവറേജിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. The mark price of Rs 1500 of a watch was sold at 8% discount. 8% ഡിസ്കൗണ്ടിലാണ് 1500 എന്നുള്ള ടാഗ് MRP ഇട്ടിട്ടുള്ള ഒരു വാച്ച് വിറ്റത്. അപ്പൊ ആദ്യം എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 1500ന്റെ 92% വിറ്റത്. അതായത് 8% ലാഭത്തിന് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോ വിറ്റ വില നമുക്ക് കിട്ടി 1380 വിറ്റ വില. ഓക്കെ, ഇനി ഈ 1380 എന്ന് പറയുന്നത് എന്താണ്? 20% ലാഭം ഉള്ള സംഖ്യ, അല്ലെങ്കിൽ 20% ലാഭത്തോട് കൂടി വിറ്റ ആ എമൗണ്ട് ആണ് 1380. ഇനി നമുക്ക് അതിന്റെ ഒറിജിനൽ അല്ല കിട്ടേണ്ടത്. അപ്പൊ എന്താണ്? മുകളിൽ 100 താഴെ 100 പ്ലസ് ഇങ്ങനത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ? P into 100 divided by 100 plus എത്ര ശതമാനം ലാഭത്തിൽ വിറ്റപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ എവിടൊക്കെയാണ് ഈ ചെറിയ ചെറിയ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുവയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ചിലത് മുകളിലാവും, ചിലത് താഴെ ആവും. പക്ഷെ അത് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ എന്താണ്, ഏത് കൺസെപ്റ്റ് വരുമ്പോഴാണ് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാക്കി വെക്കുക.
അപ്പൊ എന്താ 180 into 100 by 120 എന്ന് കിട്ടി. ചെയ്തപ്പോൾ നമുക്ക് 1550 രൂപയാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് കിട്ടി. അപ്പൊ അതിന്റെ ആൻസർ ആണ് 1150. അപ്പൊ നിങ്ങളോടായിട്ട് പറയാനുള്ളത് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറഞ്ഞത്. ഒന്നും കാണാതെ പഠിക്കാതിരിക്കുക, അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഓരോ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇക്വേഷൻസ് തന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇതിന്റെ കൂടുതൽ ഇതിലേക്ക് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് PDF മെറ്റീരിയൽ ആയിട്ട് തരുന്നതിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കിട്ടും. സോ ഓൾ ദ ബെസ്റ്റ്. സൈനിങ് ഓഫ്.